ഏവർക്കും സ്വാഗതം. 9ാം ക്ലാസ്സിൻ്റെ പുതിയ ICT പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായമാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അധ്യായം 1 പോസ്റ്റർ ചിത്രങ്ങൾ, ചാപ്റ്റർ 1 പോസ്റ്റർ ഇമേജസ്. ഇപ്പോൾ ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ജിംബ് എന്നൊരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ പോസ്റ്ററുകൾ തയ്യാറാക്കുന്ന വിധവും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്കിവിടെ തുടക്കത്തിൽ തന്നെ ഒരു ചിത്രം കാണാം. ഫ്രൂട്ട് ഫെസ്റ്റ് എന്നൊരു ചിത്രമാണ്, ഒരു പോസ്റ്ററാണ്, സാമ്പിൾ പോസ്റ്ററാണ്. ഈ പോസ്റ്ററിലേക്ക് നോക്കിയാൽ കാണാം ഇതിൽ കുറേ ഇമേജസുകളുണ്ട്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ടെക്സ്റ്റുകളുണ്ട്. ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ മറ്റും തയ്യാറാക്കുന്നതിനെയാണ് ഇമേജ് എഡിറ്റിംഗ് എന്ന് വിളിക്കുക. ഇത് സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രധാനമായും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ജിംബാണ്. ഇതിൻ്റെ ഫുൾ ഫോം ഇതാണ്: GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. കാലിഫോർണിയ സർവകലാശാലയിലെ സ്പെൻസർ കിംബൽ, പീറ്റർ മാത്യൂസ് ഈ രണ്ട് വിദ്യാർത്ഥികൾ അവരുടെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി 1992 ആവിഷ്കരിച്ചിട്ടുള്ള ഒന്നാണ് ഈ GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നുള്ള ഈ ജിംബ് സോഫ്റ്റ്വെയർ. ഇനി ഈ ജിംബിൽ എങ്ങനെയാണ് നമുക്കൊരു ക്യാൻവാസ് സെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമുക്കെപ്പോഴും ഒരു ചിത്രം തയ്യാറാക്കണമെങ്കിൽ ഒരു ക്യാൻവാസ്, ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ജിംബ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഈ 9 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ സെർച്ച് എന്ന ഭാഗത്ത് ജിംബ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ജിംബ് വരുന്നുണ്ട്. അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ആ ജിംബിൽ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വിഡ്ത്ത് 600 വിഡ്ത്തും 400 ഹൈറ്റും ആയിട്ടുള്ള ഒരു ക്യാൻവാസ് സെറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ജിംബ് ഓപ്പണായി വരുമ്പോഴുള്ള വിൻഡോയാണിത്. ഇതിലെ ഫയൽ ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കവിടെ വിഡ്ത്ത് 600 എന്നും ഹൈറ്റ് 400 എന്നും കൊടുക്കാം. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ പിക്സൽ എന്ന് കാണുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. നമുക്ക് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കതിൻ്റെ ഒരു ക്യാൻവാസ് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. പിക്സൽ എന്താണെന്ന് പാഠപുസ്തകത്തിൽ പറയുന്നത് നോക്കാം. പിക്സൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ഡിജിറ്റൽ ഇമേജ്. ഇമേജുകളുടെ ഒരു യൂണിറ്റിനെയാണ് പിക്സൽ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ പിക്ചർ എലമെൻറ്റ് എന്നതിൻ്റെ ഒരു ഷോർട്ടായിട്ടാണ് ഈ പിക്സൽ എന്നത് പറയുന്നത്. ഇപ്പോൾ പിക്സൽ കൂടുന്നതനുസരിച്ച് അതിൻ്റെ വ്യക്തതയും അതിൻ്റെ ക്ലാരിറ്റിയും ഒക്കെ തന്നെ കൂടി വരുന്നതാണ്. പിക്സൽ എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ ചിത്രത്തിൻ്റെ അടിസ്ഥാനമാണ് പിക്സൽ. പിക്ചർ എലമെൻ്റ് എന്നതിൻ്റെ ഒരു ചുരുക്കരൂപമാണ്. അതിൻ്റെ എണ്ണം കൂടുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കൂടും എന്നുള്ളതാണ്. നമുക്കിനി ജിംബിൻ്റെ ഈ ഒരു ഇൻ്റർഫേസ് ഒന്ന് പരിചയപ്പെടാം. ജിംബിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇതാണ് അതിൻ്റെ ടൂൾ ബോക്സുകൾ. ഇതാണ് ടൂൾ ബോക്സ്. ഇവിടെയാണ് അതിൻ്റെ ക്യാൻവാസ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ലെയറുകളുണ്ട്. ഈ കാണുന്നതെല്ലാം ലെയറുകളാണ്. അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത് വിവിധ ടൂളുകളാണ്. ഈ ഇടത് ഭാഗത്ത് കാണുന്ന ടൂളുകളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗമാണത്. അപ്പോൾ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ടൂൾ ബോക്സുകൾ, ക്യാൻവാസ്, അതുപോലെ ഈ ലെയറുകൾ. ഇനി ഇവിടെ വ്യത്യസ്തമാർന്ന ടൂളുകൾ ഉണ്ട്. ഈ ഒരു ടൂളിൻ്റെ പേരാണ് ബക്കറ്റ് ഫിൽ ടൂൾ. അപ്പോൾ ഈ ടൂള് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്താൽ ആ കളറ് മുഴുവനായിട്ടും വരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മറ്റൊരു ടൂളാണ് ടെക്സ്റ്റ് ടൂള്. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കവിടെ ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടെക്സ്റ്റ് ടൂളുകൾ. മറ്റൊന്നാണ് പെയിൻറ്റ് ബ്രഷ്. അത് ബ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് വിവിധ തരത്തിലുള്ള ബ്രഷുകൾ നമുക്കിവിടെ നിന്നും മാറ്റി എടുക്കാം. ഇനി മറ്റൊന്നാണ് ക്രോപ്പ് ടൂൾ. ഏതെങ്കിലും ഒരു ഭാഗം, പ്രത്യേക ഭാഗം നമുക്ക് മുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ക്രോപ്പ് ടൂള്. മറ്റൊന്നാണ് റെക്റ്റാങ്കിൾ സെലക്ട് ടൂൾ. ഏതെങ്കിലും ഒരു ഏരിയ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് മൂവ് ടൂളാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നീക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ്. അപ്പോൾ പ്രധാനമായും ഉപയോഗിക്കുന്ന ടൂളുകൾ ഇവയാണ്. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഇതാണ് ലെയർ പാനൽ. നമുക്ക് ഒന്നിലധികം ചിത്രങ്ങളോ അല്ലെങ്കിൽ ടെക്സ്റ്റുകളോ ഒക്കെ തന്നെ കൊണ്ടുവരുമ്പോൾ
അത് സൗകര്യമായി നീക്കുന്നതിനും മാറ്റി ഉപയോഗിക്കുന്നതിനുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലെയറുകൾ. ഓരോ ലെയറുകളായിട്ടാണ്, ഒന്നിനു പുറകെ ഒന്നായി ഓരോ പേപ്പറുകൾക്ക് മുകളിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിന് മുകളിൽ മറ്റൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെക്കുന്നത് പോലെയാണ് ഈ ലെയറുകൾ ക്രമീകരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ടേബിള് പൂർത്തീകരിക്കേണ്ടതുണ്ട്. വിവിധ ടൂളുകൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിച്ച് അതിൻ്റെ ഉപയോഗം, നമ്മൾ കണ്ട ടൂളുകളുടെയൊക്കെ പേരും അതിൻ്റെ ഉപയോഗം ഇവിടെ എഴുതേണ്ടതുണ്ട്. ഈ ജിംബിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ചിഹ്നം, അത് ഔദ്യോഗിക ചിഹ്നമാണ്. ആ ചിഹ്നത്തിൻ്റെ പേര് വിൽബർ എന്നുള്ളതാണ്. ട്യൂമസ് കുസ്മാനൻ എന്ന ഫിൻലാൻഡുകാരനാണ് ഈ ഒരു ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത് കൂടെയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ പരിചയപ്പെടുന്നത്. തുടർന്നുള്ള കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് പഴയത് രൂപത്തിലേക്ക് തന്നെ പോകണമെങ്കിൽ എഡിറ്റിൽ അൺഡു എന്ന് കാണാം. Ctrl Z ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിനെ പഴയ രൂപത്തിലേക്ക് തന്നെ കൊണ്ടുപോകാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വിവിധ തരത്തിൽ സെറ്റ് ചെയ്യാമെന്ന് നമ്മൾ കണ്ടു. ഒന്ന്, എനിക്ക് ബക്കറ്റ് ടൂള് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2 കളറുകൾ കാണാം. ഇപ്പോൾ ബ്ലാക്ക് കളറാണ് ആക്റ്റീവായി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബക്കറ്റ് ക്ലിക്ക് ചെയ്താൽ ബ്ലാക്ക് കളറാണ് വരുന്നത്. ഈ ബ്ലാക്ക് കളറിൻ്റെ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു കളർ സെലക്ട് ചെയ്യാം. ഇനി ബക്കറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കളറാണ് താഴേക്ക് വരുന്നത്. ഇനി മറ്റൊന്നാണ് ഗ്രേഡിയൻ്റ്, അതായത് ഒന്നിലധികം കളറുകൾ ചേർത്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് നിർമ്മിക്കുന്നതിനെയാണ് ഗ്രേഡിയൻ്റ്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഗ്രേഡിയൻ്റ് ടൂളിലേക്കൊന്ന് മാറ്റാം. ഗ്രേഡിയൻ്റ് ടൂള് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്കിവിടെ കാണാം 2 കളറുകൾ, ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന ഒരു കോമ്പിനേഷൻ ആയിരിക്കും വരുന്നത്. ഈ ചുവപ്പും ഈ വൈറ്റും കൂടി ചേർന്ന് ഗ്രേഡിയൻ്റ് ടൂൾ ആക്കിയതിന് ശേഷം മൗസ് ഉപയോഗിച്ച് താഴേക്കൊന്ന് ഡ്രാഗ് ചെയ്താൽ ആ 2 കളറിൻ്റെയും കോമ്പിനേഷനായിരിക്കും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 2 രീതിയിൽ ഗ്രേഡിയൻ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ടും, ഇനി ബക്കറ്റിലേക്ക് പോകണമെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബക്കറ്റ് ഫിൽ ഉപയോഗിക്കാം. വ്യത്യസ്ത രൂപത്തിൽ നമുക്ക് ബക്കറ്റ് ടൂൾ ഉപയോഗിക്കാം. ഇവിടെ ഫിൽ ഓൾ സെലക്ഷൻ ഉണ്ട്, ഫിൽ സിമിലർ കളറുണ്ട്, ഫിൽ ബൈ ലൈൻ. ഇപ്പോൾ ഫിൽ കളർ FG കളർ ഫില്ലുണ്ട്, ഇത് ഫോർഗ്രൗണ്ട് കളറ്. പിന്നെ അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണെങ്കിൽ അങ്ങനെ വിവിധ തരത്തിൽ നമുക്ക് ഈ ബക്കറ്റ് ടൂളുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പശ്ചാത്തലം നമുക്ക് ക്രമീകരിക്കാം. നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ ഇതിൻ്റെ ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്ത മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. ഏവർക്കും താങ്ക് യു.